ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം. ഇന്ന് നമുക്ക് കേട്ടറ്റ് 4 സൈക്കോളജിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും അതിനെക്കുറിച്ചിട്ട് പഠിക്കാം. ആദ്യത്തെ വീഡിയോ ആണ്, സൈക്കോളജിയിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസ്സാണ്. നമുക്ക് തുടർന്നും വീഡിയോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സൈക്കോളജി എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ അത് ഏത് പദത്തിൽ നിന്നാണ്, അത് ഏത് ഭാഷയിൽ നിന്നാണ് ആ വാക്ക് വന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം. സൈക്കോളജി എന്നുള്ള പദം സൈക്കെ എന്നും ലോഗോസ് എന്നും ഉള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള ആ വാക്കുണ്ടായത്. ഏതൊക്കെയാണ്? സൈക്കെ, ലോഗോസ് എന്നുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്ന്. അതിൽ നിന്നാണ് സൈക്കോളജി എന്നുള്ള വാക്കുണ്ടായത്. സൈക്കെ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി. അപ്പോൾ എന്താണ്? ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോരുത്തരും, ഓരോ മനഃശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. അരിസ്റ്റോട്ടിലും പ്ലാറ്റോയുമാണ് ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞത്. അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ശാസ്ത്രമാണെന്ന് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും പറഞ്ഞു. കാൻഡ്, വേറൊരു ശാസ്ത്രജ്ഞനാണ് കാൻഡ് പറഞ്ഞു മനസ്സിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന്. എന്താണ്? മനസ്സിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് കാൻഡ് പറഞ്ഞു. പിന്നെ വില്യം വൂണ്ടും വില്യം ജെയിംസും, ആ രണ്ട് ശാസ്ത്രജ്ഞൻ എന്താ പറഞ്ഞത്? ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി. വ്യത്യസ്ത നിർവചനങ്ങളാണ് സൈക്കോളജിയുടെ കേട്ടതൊക്കെ. ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് വില്യം വൂണ്ടും വില്യം ജെയിംസും പറഞ്ഞു. അപ്പോൾ ജെ.ബി. വാട്സൺ പറഞ്ഞു വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന്. വ്യവഹാരവാദത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് ജെ.ബി. വാട്സൺ ആണല്ലോ. അപ്പോൾ ജെ.ബി. വാട്സൺ പറഞ്ഞു വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന്. ഇതൊക്കെ കണ്ടു നിന്നിട്ടുള്ള ആർ.എസ്. വൂഡ്വർത്ത് എന്ന ശാസ്ത്രജ്ഞൻ എന്താണ് പറഞ്ഞത്? സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നെ അതിൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു, പിന്നെ അതിൻ്റെ ബോധവും നഷ്ടപ്പെട്ടു. ഇപ്പോഴും അതിന് ഏതോ ഒരു തരത്തിലുള്ള വ്യവഹാരം ഉണ്ടെന്നാണ് ആർ.എസ്. വൂഡ്വർത്ത് പറഞ്ഞത് സൈക്കോളജിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് സൈക്കോളജിനെ കുറിച്ചിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള, സൈക്കോളജി എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥങ്ങൾ വ്യത്യസ്ത തരത്തിൽ പറഞ്ഞിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാർ. പിന്നെയാണ് നമ്മുടെ സൈക്കോളജി. അതിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും. കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് സൈക്കോളജി. അതിൽ കേവല മനഃശാസ്ത്രത്തിൽ, അതായത് പ്യുവർ സൈക്കോളജിയിൽ ഒരു 6 തരത്തിലുള്ള വ്യത്യസ്ത ഇതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് സാമാന്യ മനഃശാസ്ത്രം. കേവല മനഃശാസ്ത്രം അഥവാ പ്യുവർ സൈക്കോളജിയിലെ ഓരോ ഘടകങ്ങളാണ് 6 ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സാമാന്യ മനഃശാസ്ത്രം. രണ്ടാമത്തെ അപസാമാന്യ മനഃശാസ്ത്രം. അത് രണ്ടും പഠിക്കാൻ എളുപ്പമായിരിക്കും. സാമാന്യം, അപസാമാന്യം. സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം. പിന്നെ മൂന്നാമത്തെ സാമൂഹിക മനഃശാസ്ത്രം. നാലാമത്തെ നാഡീ മനഃശാസ്ത്രം. അഞ്ചാമത്തെ പാരമ്പര്യ മനഃശാസ്ത്രം. ആറാമത്തെ ശിശു മനഃശാസ്ത്രം. അങ്ങനെ 6 ഏതൊക്കെയാണ്? സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം. അങ്ങനെ 6. പിന്നെ പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. അതിൽ 5 ഉണ്ട്. അപ്പോൾ ആദ്യത്തിൽ 6, ഇതിൽ 5. ഇതിൽ ഒന്നാമത്തെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. രണ്ടാമത്തെ സൈനിക മനഃശാസ്ത്രം. മൂന്നാമത്തെ ചികിത്സാ മനഃശാസ്ത്രം. നാലാമത്തെ വ്യാവസായിക മനഃശാസ്ത്രം. എന്താണ്? വ്യാവസായിക മനഃശാസ്ത്രം. അഞ്ചാമത്തെ കുറ്റകൃത്യ മനഃശാസ്ത്രം. അങ്ങനെ 5. ഏതൊക്കെയാണ് ഒന്നുകൂടി നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. അങ്ങനെ 4 മനഃശാസ്ത്രങ്ങളാണ് പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നത്. അപ്ലൈഡ് സൈക്കോളജിയിൽ 5 പെടുന്നു. 5. അപ്പോൾ 6 കേവല മനഃശാസ്ത്രത്തിലും 5 പ്രയുക്ത മനഃശാസ്ത്രത്തിലുമുണ്ട്. അങ്ങനെയാണ് മനഃശാസ്ത്രത്തിൻ്റെ, അതായത് സൈക്കോളജിയുടെ 2 ഭാഗങ്ങളാണ് ഈ കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും. അതിലുള്ള പാർട്സുകളാണ് ഈ ആദ്യത്തെ 6. ആദ്യത്തെ അതിൽ കേവല മനഃശാസ്ത്രത്തിൽ 6, അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ 5. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ട് പഠിക്കുക.
എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറക്കില്ല. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കും, തലയിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക. അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ചിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്നും ഇതുപോലെ സൈക്കോളജിയുടെയും മലയാളത്തിൻ്റെയും അതുപോലെ സംസ്കൃതത്തിൻ്റെയൊക്കെ കേട്ടിട്ട് 4ൻ്റെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.